ഹായ് PSC വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കുറച്ച് പേര് കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. അതായത് എന്റെ SCERT ബുക്സ്, ഞാൻ ഏത് ബുക്സ് ആണ് പഠിക്കാറ്, അതേപോലെ ഏതാണ് നല്ലത് എന്നുള്ളതെല്ലാം കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്റെ കമന്റ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് പ്രൈം PSCയുടെ പള്ളിക്കൂടം എന്ന ഈ ഒരു ബുക്കും അതേപോലെ തന്നെ ടാലന്റിന്റെ അറിവിടം, ഈ 2 ബുക്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ PSC പള്ളിക്കൂടത്തിന്റെ ബുക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ജനറൽ സയൻസ് ആണ്. ഇതിൽ വരുന്നത് 5, 7, 9 ക്ലാസ്സുകളിലെ സയൻസ് ഭാഗങ്ങളാണ് വരുന്നത് കേട്ടോ. അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടിസ്ഥാന ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, പിന്നെ IT കൂടിയുണ്ട്, വിവരവിനിമയ സാങ്കേതിക വിദ്യ. IT കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറിവിടത്തിൽ IT ഇല്ല കേട്ടോ. ഇതിൽ IT ഉണ്ട്. IT ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3 ചാപ്റ്റർ എന്തോ വരുന്നുള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ, ചെറിയൊരു ഭാഗമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഈ ഒരു ബുക്ക്. പഠിക്കാനൊക്കെ നല്ല സുഖമുള്ള ബുക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ പറ്റിയ പോലെ നല്ല ഓർഡർ ആയിട്ട് തന്നെ ഉള്ളത്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ അതിൽ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചത് എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നമ്മൾ പുറത്തുനിന്ന് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അത് എഴുതി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് പേജ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഏതൊക്കെ ബുക്സ് ആണ് വേറെ ഉള്ളത് എന്നുള്ളത്. മാത്സ് ഉണ്ട്, അതേപോലെ സോഷ്യൽ സയൻസ് ഉണ്ട്. മാത്സ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പൊ 3 കൂടി കോംബോ ആയിട്ട് വാങ്ങാൻ കിട്ടും, അതേപോലെ 2 കോംബോ അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഇതാണ് സയൻസ് പഠിക്കാനായിട്ട്, അതായത് 5, 7, 9 ക്ലാസ്സിലെ സയൻസ് പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ സയൻസ് നോക്കാം. ഇതിന്റെ തന്നെയാണ് കേട്ടോ, ഈ പ്രൈം PSCയുടെ തന്നെയാണ്, പള്ളിക്കൂടത്തിന്റെ തന്നെ സോഷ്യൽ സയൻസ് ആണ് ഇത്. ഇതും 5, 7, 9. ഇത് ഞാൻ ആദ്യം വാങ്ങിയതായിരുന്നു. ഇവർ ആദ്യം ഇറക്കിയെന്ന് തോന്നുന്നു കേട്ടോ ഈ SCERTയുടെ. അപ്പൊ ഞാൻ വേഗം പഠിച്ചെടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഇവരുടെ വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഇപ്പൊ ഏകദേശം SCERT ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബുക്സിലത്തേക്ക്, ഈ 2 ബുക്സിലത്തെയും. ഇതിലും ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ്. പിന്നെ ഇതിൽ കുഴപ്പമില്ല, നമുക്ക് എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അറിവിടത്തിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റുകളൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതായത് ഇത് അറിവിടം സയൻസിന്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഈ 3 സബ്ജക്റ്റാണ് ഇതിലുള്ളത്. 6, 8, 10 ക്ലാസ്സുകളിലെയാണ് കേട്ടോ. ഇവരുടെ തന്നെ ഉണ്ട് 5, 7, 9 ഇവരുടെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഈ പള്ളിക്കൂടത്തിന്റെ ബുക്ക് വാങ്ങിയതുകൊണ്ട് എനിക്ക് ഇതേ ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇതേപോലെ ഇൻഡെക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സാധാരണ നമ്മുടെ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അതിലിങ്ങനെ കോളത്തിൽ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതെല്ലാം ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഫാക്റ്റുകൾ പഠിക്കാനായിട്ട് കിട്ടും. അപ്പൊ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായിട്ടുള്ളത് ഈ അറിവിടമാണ് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ 2 ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് അറിവിടം തന്നെയാണ്. അതിന്റെ ആ ഒരു കൊടുത്ത പാറ്റേൺ കറക്റ്റ് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഫീൽ ഉണ്ടാകും. എന്നാൽ ഓവറായിട്ടുള്ള അതിലാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളത് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് സോഷ്യൽ സയൻസിന്റെ ഞാൻ പ്രിന്റ് എടുത്തതാണ് ചാപ്റ്റേഴ്സ്, അങ്ങനെ അത്ര. പിന്നെ ഇതൊന്നും കൂടാതെ അറിവിടത്തിന്റെ സോഷ്യൽ സയൻസിന്റെ പ്രാക്ടീസ് ബുക്ക് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലാകെ ഒരു 3 4 ചാപ്റ്റർ എന്തോ വായിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ SCERT ചാപ്റ്റേഴ്സ് വായിക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവാൻ. അപ്പൊ എനിക്ക് വേഗം ചാപ്റ്റേഴ്സ് തീരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ പ്രാക്ടീസ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ചെയ്യണം. ഏകദേശം എന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കവറായി വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു റിവിഷൻ പോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബുക്കാണിത്. ഞാനൊരു കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന SCERT ബുക്കുകൾ. വളരെ നല്ല യൂസ്ഫുൾ ആട്ടോ. ഗൈഡ് വാങ്ങി പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് പഠിച്ചാലും മതി. അതല്ല നമുക്ക് തീരെ ടൈമിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ SCERT പഠിക്കാൻ ഇത് തന്നെയാണ് കേട്ടോ ഒന്നുകൂടി നല്ലത്. അപ്പൊ ഇത്രയുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് SCERT പഠിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഓൾഡ് SCERTയുടെ ആവശ്യമില്ല, പുതിയ SCERT തന്നെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബുക്കുകളാണ് കേട്ടോ SCERT പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.